ജനം തെരുവിലിറങ്ങി നേടിയെടുത്ത ഒരു മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്ന് കരുതി പിഴവുകൾ സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ആജ്ഞാപിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. സംഗതി ഞങ്ങളുടെ കുട്ടികളെ തൊട്ടവരെ വെറുതെ വിടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞുകൊണ്ട് ഗൺമാന്മാരുടെ പുറകെ കൂടി. ഡൽഹിയിലെ തെറ്റും കുറ്റവും നോക്കി പുറത്താക്കാൻ തുനിഞ്ഞവർക്ക് പക്ഷേ മുനമ്പം ഭൂമിയിലെ തർക്കം പരിഹരിക്കാൻ അത്ര എളുപ്പമല്ല. അടിക്കടി ഖജനാവിൽ നയാ പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധവളപത്രം ഇറക്കാൻ തുനിഞ്ഞ് ഡൽഹിക്ക് പറന്ന വി.ഡി. സതീശന് KSRTCയിൽ എങ്ങനെ സൗജന്യം നൽകുമെന്ന കാര്യത്തിൽ ഒരു അവസാന തീർപ്പായിട്ടില്ല. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ വയനാട് തുരങ്കത്തിനെതിരെ വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതാണ്. എന്നാൽ ഇന്നിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഇനി PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഫണ്ട് കിട്ടാനായി എന്ത് ചെയ്യണമെന്ന് യാതൊരു ആലോചനയുമില്ല. വയറിൽ കത്രിക കുടുങ്ങിയ ഹർഷനയ്ക്ക് ജോലി കൊടുത്ത് കയ്യടി നേടിയ മുരളീധരനും ലഹരിക്ക് പൂട്ടിട്ട് ഓപ്പറേഷൻ തൂഫാനുമായി ഇറങ്ങിത്തിരിച്ച് ചെന്നിത്തലയും ഒക്കെ കയ്യടികൾ നേടുന്നുണ്ട് എന്നതൊഴിച്ചാൽ മുനമ്പം അത് ഈ സർക്കാർ എങ്ങനെ പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ സതീശന് മുന്നിലെ വെല്ലുവിളി. ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 10 മിനിറ്റിനുള്ളിൽ തീർക്കാൻ പറ്റുന്ന തർക്കമാണ് എന്ന് സതീശൻ ആണയിട്ട് പറയുമ്പോഴും ഇന്നും കടുത്ത സമരത്തിലേക്ക് നീങ്ങുകയാണ് മുനമ്പത്തെ സാധാരണക്കാരായ മനുഷ്യർ. പാണക്കാട് കുടുംബവും കുഞ്ഞാലിക്കുട്ടിയും ലീഗും മതപണ്ഡിതന്മാരും എല്ലാം തന്റെ പോക്കറ്റിലാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം സതീശൻ പറയുമ്പോഴും ഒന്നിനും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ സതീശനെ കൊണ്ടാവുന്നില്ല എന്നതാണ് സത്യം. സുപ്രീം കോടതി വരെ ഇടപെട്ട വിഷയമാണ് എന്ന് വി.ഡി. സതീശനും നല്ലതുപോലെ അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ, മുഖ്യൻ തീച്ചൂളയിലേക്ക് കേറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ.